Hello everyone, welcome back to my YouTube channel and to a new video. Today we'll be discussing the poem There is Something Quieter Than Sleep by Emily Dickinson, which comes under PGS3 American Literature. So Emily Dickinson was an American poet. She is known as one of America's greatest and most original poets of all time. She is famous for writing almost 1,800 poems. Only a few of them were printed while she was living. Because she wrote in a different way, other people have changed parts of her poems before the world could read them. She was born in Amherst, Massachusetts, and lived her whole life there and died there after a long illness. People describe her poems as lyrical and original, and she grew a garden of herbs and wildflowers for their healing abilities. Like I said, she spent her whole life as a recluse. And so she had a garden, and gardening was one of her favorite activities, and this can be seen in most of her poems. So, in the poem that we are going to learn, There is Something Quieter Than Sleep, the poet contemplates the mysterious and ineffable nature of death. Through the use of vivid imagery and metaphor, Dickinson explores the enigmatic aspect of death, its quiet presence, and the varying responses it evokes in people. സോ പോയത്തിൻ്റെ സമ്മറിയിലേക്ക് പോവുകയാണെങ്കിൽ 4 സ്റ്റാൻസയാണുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഡെത്തിനെ കുറിച്ചാണ്, അതിൻ്റെ ഒരു ഇന്നവിറ്റബിലിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഓരോ ആൾക്കാരുടെയും ഒരു റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളൊരു പോയിറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. സോ അതുകൊണ്ടാണ് അതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഡെത്തിനെ കുറിച്ചാണ്. പക്ഷേ പോയിറ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഡെത്ത് ഒരിക്കലും ഫൈനൽ അല്ല, ജീവിതത്തിൻ്റെ അവസാനമാണ് മരണമെന്നാണ് പൊതുവേ നമ്മളുടെ ഒരു വിശ്വാസമെങ്കിലും പോയിറ്റ് പറയുന്നത് അങ്ങനെയല്ല. ഒരു ആഫ്റ്റർ ലൈഫ് എന്നൊരു കോൺസെപ്റ്റിലാണ് പോയിറ്റ് വിശ്വസിക്കുന്നത്. അതായത് മരണത്തിന് ശേഷവും ആ ഒരു ആത്മാവ് നശിക്കുന്നില്ലെന്നും വീണ്ടും ആ ഒരു ജീവൻ ഒരു സൈക്കിൾ പോലെ, ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് പോലെ വീണ്ടും ജീവൻ ഉണ്ടാകുന്നു, വീണ്ടും മരണം സംഭവിക്കുന്നു, വീണ്ടും ജീവൻ ഉണ്ടാകുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഒരു സൈക്ലിക് പ്രോസസ്സിലാണ് പോയിറ്റ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആൻസർ ഇസ് ദർ ഇസ് സംതിങ് ക്വൈറ്റർ ദാൻ സ്ലീപ്പ് വിത്തിൻ ദിസ് ഇന്നർ റൂം. ഇറ്റ് വെയർസ് എ സ്പ്രിഗ് അപ്പോൺ ഇറ്റ്സ് ബ്രസ്റ്റ് ആൻഡ് വിൽ നോട്ട് ടെൽ ഇറ്റ്സ് നെയിം. ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ പറയുന്നത് ആ ഒരു റൂമിൽ, ഒരു ഇന്നർ റൂം എന്നാണ് പറയുന്നത്. അത് നമുക്ക് മെറ്റഫോറിക്കലായിട്ട് പോയിറ്റിൻ്റെ മൈൻഡ് അല്ലെങ്കിൽ സോൾ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു റൂമിൽ എന്താണ്, ദർ ഇസ് എ പ്രസൻസ് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റർ ദാൻ സ്ലീപ്പ്. സാധാരണ നമ്മൾ പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു നിശബ്ദത വരുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പോയിറ്റ് പറയുന്നു ഈ ഒരു പ്രസൻസ് ഉള്ളത് എന്താണ്, ഉറക്കത്തിന് സമയത്തുണ്ടാകുന്ന നിശബ്ദതയെക്കാട്ടിലും അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സൈലൻസ് ഇവിടെ ഉണ്ട്. അതിന് പേരില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ എന്താണ് ചെസ്റ്റിലൊരു സ്പ്രിഗും കൂടി വെച്ചിട്ടുണ്ട്. സ്പ്രിഗ് എന്ന് പറയുന്നത് ഒരു റീത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രസൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഡെത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിനെയാണ്, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഫസ്റ്റ് ആൻസർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ജനറലായിട്ട് നമുക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ വെക്കാൻ പറ്റും. മരണത്തെക്കുറിച്ച് പറയുന്നു, മരണം എന്ന് പറയുന്നത് അതിലൂടെ വരുന്ന ഒരു നിശബ്ദത, ഉറക്കത്തിലൂടെ കിട്ടുന്ന നിശബ്ദതയെക്കാട്ടിലും ഇൻറ്റൻസ് ആണെന്നും അതിന് എന്താണ് ഒരു രീതിയിലൊരു പേരും കൊടുക്കാൻ പറ്റില്ലെന്നും അതിനെ സിംബലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മരണം എന്ന് പറയുമ്പോൾ അസോസിയേറ്റ് ചെയ്തിരുന്ന നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. റീത്തിനെ, കോഫിൻസ്, റീത്ത്സ് ആൻഡ് റിച്വൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് മരണത്തെ നമ്മൾ കൂടുതലും അസോസിയേറ്റ് ചെയ്യുന്നത്. ഇത് ജനറൽ ആയിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. രണ്ടാമത്തേത്, നമുക്കൊരു ഡെഡ് ബോഡി അതൊരു ഇമാജിൻ ചെയ്യുകയാണെങ്കിലും ഈ ഒരു സ്റ്റാൻസ് ആ ഒരു രീതി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അഗെയിൻ ദർ ഇസ് സംതിങ് ക്വൈറ്റർ ദാൻ സ്ലീപ്പ് വിത്തിൻ ദിസ് ഇന്നർ റൂം. സോ ഇനിയൊരു ഡെഡ് ബോഡി കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മുറിയിൽ ഒരു പ്രസൻസ് ഉണ്ട്. അഗെയിൻ നിശബ്ദത എന്ന് പറയുന്നത് എന്നെക്കാട്ടിലും വളരെ ഇൻറ്റൻസ് ആണ്. കാരണം എന്താണ്, ഇവിടെ ഒരു മൃതശരീരം കിടക്കുകയാണ്. ഇറ്റ് വെയർസ് എ സ്പ്രിഗ് അപ്പോൺ ഇറ്റ്സ് ബ്രസ്റ്റ് ആൻഡ് വിൽ നോട്ട് ടെൽ ഇറ്റ്സ് നെയിം.
ഒരു മൃതശരീരമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ ഒരു റീത്ത് സമർപ്പിക്കാറുണ്ട്. മാത്രമല്ല അതിന് പേരില്ല. അത് ഉദ്ദേശിക്കുന്നത് മരണത്തിലൂടെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു ഐഡൻറ്റിറ്റി നഷ്ടമാകുന്നു. കാരണം എന്താണ്, ഒരു മരണം സംഭവിക്കുമ്പോൾ മരിച്ച വ്യക്തിയെ ആ നിമിഷം തൊട്ട് നമ്മൾ ബോഡി എന്നാണ് റെഫർ ചെയ്യുന്നത്. ഒരിക്കലും അതിനുശേഷം നമ്മൾ, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടായിരിക്കും നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത്. ആ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നത് ബോഡി എപ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ബോഡി ക്രിമേറ്റ് ചെയ്യാൻ സമയമായോ, അങ്ങനത്തെ രീതിയിൽ ബോഡി എന്നുള്ളൊരു ലേബലാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ലേബൽ. ആ വ്യക്തിയുടെ പേരും നാളും ഒന്നും തന്നെ പിന്നീട് അങ്ങോട്ട് സിഗ്നിഫിക്കൻ്റ് ആകുന്നില്ല. ആ ഒരു രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ദ സെക്കൻഡ് സ്റ്റാൻസ ഈസ് some touch it and some kiss it, some chafe its idle hand. It has a simple gravity I do not understand. സോ സെക്കൻഡ് സ്റ്റാൻസ പറയുന്നത് എങ്ങനെയാണ് ഓരോരുത്തരുടെയും റെസ്പോൺസ്, ഈ ഒരു മരണം അല്ലെങ്കിൽ ഈ ഒരു ബോഡി എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ആൾക്കാരുടെയും റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ ആണ് സെക്കൻഡ് സ്റ്റാൻസ പറയുന്നത്. ചിലർ ആ ഒരു ബോഡി തൊടുന്നു, ചിലർ ചുംബിക്കുന്നു, അതുപോലെ തന്നെ ആ ഒരു കയ്യിൽ പിടിക്കാറുണ്ട്, കാൽ തൊട്ട് വണങ്ങാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ രീതിയിലുള്ളൊരു റെസ്പോൺസാണ്. അതൊരു ബോഡി ആകുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ റെസ്പോൺസ് കാണിക്കുന്നു. മരണം എന്നുള്ളൊരു ജനറൽ ആയിട്ടൊരു കോൺസെപ്റ്റ് ആണെങ്കിലും പലർക്കും പല രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. ചിലർക്ക് അത് ഒരു പക്ഷേ ഒരു രക്ഷപ്പെടാനുള്ളൊരു മാർഗം, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് അത്രയും കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് മരണത്തെ സ്വീകരിക്കുന്നവരുണ്ട്. ഒരു രീതിയിൽ അതൊരു ആശ്വാസമായിട്ട്, ദുരിതങ്ങളിൽ നിന്നുള്ളൊരു ആശ്വാസമായിട്ട് തോന്നുന്നവരുണ്ട്. അതേസമയം മരണത്തെ പേടിയുള്ളവരുണ്ട്. ജീവിക്കാൻ ഒരുപാട് കൊതിക്കുന്നവർ മരണത്തെ പേടിക്കുന്നതായിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ തന്നെ എങ്ങനെയാണ് ഒരു ബോഡിയിൽ, ആ ഒരു ബോഡി കാണാൻ വരുന്ന ആൾക്കാർ ആ ഒരു ബോഡിയോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണോ, എത്രമാത്രം വ്യത്യസ്തമായിട്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് മരണം എന്നൊരു ജനറൽ കോൺസെപ്റ്റിനെ എടുക്കുമ്പോൾ പോലും നമുക്ക് പല രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് മരണത്തെക്കുറിച്ച്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ സേസ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്രാവിറ്റി ദാറ്റ് ഷീ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് the speaker does not understand that what exactly is death. ഈ മരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരിക്കലും ഒരാൾക്ക് ഒരു മനുഷ്യനും ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രമല്ല, വളരെ സബ്ജക്റ്റീവാണ്. കാരണം ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. അതിൽ നിന്നാണ് നമ്മൾ മരണം എന്താണ്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഓരോരോ ചിന്തകളും ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും വളരെ വിശദമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ സാധിക്കുന്ന ഒരു ടോപ്പിക്കല്ല. ആൻഡ് ദ തേർഡ് സ്റ്റാൻസ ഈസ് I would not weep if I were there. How rude in one to sob might scare the quiet fairy back to her native wood. അപ്പോൾ തേർഡ് സ്റ്റാൻസ വരുന്നത് പോയറ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പോയറ്റ് പറയുന്നു, ഇങ്ങനെ ഒരു മരണം നടക്കുന്ന സമയത്ത് പോയറ്റ് ഒരിക്കലും കരയത്തില്ല. കാരണം എന്താ, പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മരണം നടക്കുന്ന സമയത്ത് അവിടെ കരയുന്നത് ഒരു റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ ആണെന്നാണ് പോയറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അതിൻ്റെ ഒരു റീസണായിട്ട് എന്താ പറയുന്നത്, ഷീ സേയിങ് ഇഫ് വി ക്രൈ, ഇഫ് വി വീപ്പ്, വി മൈറ്റ് ബി സ്കെയറിങ് ദി ക്വയറ്റ് ഫെയറി ബാക്ക് ടു ഹർ നേറ്റീവ് വുഡ്. ഇതിൽ ക്വയറ്റ് ഫെയറി എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, മരണ ദേവത എന്ന് നമുക്കൊരു കോൺസെപ്റ്റ് എഗെയിൻ ഉണ്ട്. ഒരു മരണം നടക്കുന്ന സമയത്ത് ആ ഒരു ആത്മാവിനെ തിരിച്ച് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മരണത്തിൻ്റെ ദേവത ആ ഒരു സമയം വരുന്നു എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം പോയറ്റ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു മരണത്തിൻ്റെ സമയത്ത് കരയാറില്ല. കാരണം എന്താ, കരയുന്നത് ഒന്ന് അത് റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ ആണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ കരയാണെങ്കിൽ ഈ കരച്ചിൽ കേട്ടുകൊണ്ട് മരണദേവത തിരിച്ചു പോയാലോ, ആത്മാവിനെ വിളിക്കാതെ തിരിച്ചു പോയാലോ, അതുകൊണ്ടാണ് അങ്ങനെ പേടിപ്പിച്ച് തിരിച്ചു പോയാലോ, അതുകൊണ്ടാണ് പോയറ്റ് കരയാറില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ഇൻ ദി ഫൈനൽ സ്റ്റാൻസ, while simple-hearted neighbors chat of the early dead, we prone to periphrasis remark that birds have fled. ഇനി ഇപ്പോൾ പോയറ്റിൻ്റെ ഒരു
പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് നമ്മൾ തേർഡ് സ്റ്റാൻസയെ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണ് പൊതുവേ ബിഹേവ് ചെയ്യുന്നതെന്നാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാൻസെ നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള നെയ്ബേഴ്സ് വളരെ സിമ്പിൾ ഹാർട്ടഡ് ആണ്, വളരെ കുറച്ചും കൂടി ഒരു ലോല ഹൃദയമുള്ളവർ നമ്മൾ പറയും. അത്ര സിമ്പിൾ ഹാർട്ടഡ് ആയിട്ടുള്ളവരാണ് നെയ്ബേഴ്സ്. അവരെന്താ ചെയ്യുന്നത്, കൂടുതലും ഇതൊരു ഏർലി ഡെത്താണ്, വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അകാലത്തിൽ മരണപ്പെട്ടു നമ്മൾ പറയും. അങ്ങനെ ഒരു ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു മരണമായതുകൊണ്ട് അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു, അടക്കം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ലാംഗ്വേജിൽ, പെരിഫ്രാസിസ് മീൻസ് ഇൻഡയറക്റ്റ് ലാംഗ്വേജ്. So the poet actually brings the contrast between simple-hearted neighbors who talk about the early death and the speaker who is prone to introspection, suggests that death is a personal experience that is different for everyone. The speaker of the poem is more introspective and may see death as a deeper mystery than others. അപ്പോൾ ഇതിൽ പറയുന്നത് നെയ്ബേഴ്സ് എല്ലാം ഒരുപക്ഷെ അകാലത്തിൽ മരണപ്പെട്ടതിനെ കുറിച്ചുള്ള സംസാരിക്കുകയും അതുപോലെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് അടക്കം പറയുന്ന കൂട്ടത്തിലായിരിക്കാം. അവരുടെ ഏറ്റവും വലിയൊരു റിമാർക്ക് എന്ന് പറയുന്നത് ബേർഡ്സ് ഹാവ് ഫ്ലഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്, ഒരു ഫ്രേസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ ഒരു പക്ഷികൾ അവരുടെ കൂട് വിട്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഒരു ആത്മാവ് ശരീരം വിട്ട് പോയി കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ പോയി ഇഹലോകവാസം വെടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ മരണത്തെ പറ്റിയുള്ള കുറേ ഫ്രേസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ അടക്കം പറയുന്ന ഒരു കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്നും അതേസമയം ഇവർക്ക് വിപരീതമായി നിൽക്കുന്നത് പോയിറ്റിനെ പോലുള്ള കുറച്ച് ആൾക്കാർ സങ്കടപ്പെടാതിരിക്കുകയും കൂടുതലും മരണത്തെക്കുറിച്ച് തന്നെ കുറച്ചും കൂടി ഇൻട്രോസ്പെക്റ്റീവായി ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള പോയിറ്റിനെ പോലുള്ളൊരു വേറൊരു ആൾക്കാരും ഉണ്ടെന്ന് പറയുന്നു. ഇതിലൂടെ പറയുന്ന ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരണത്തെക്കുറിച്ച് പലർക്കും പല കാഴ്ചപ്പാടാണെന്നുള്ളൊരു ഐഡിയ വീണ്ടും റീഎൻഫോഴ്സ് ചെയ്യുകയാണ്. സോ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ദ മിസ്റ്ററി ഓഫ് ഡെത്ത് ഇസ് ദ സെൻട്രൽ തീം. Dickinson begins by introducing the idea of something that is quieter than sleep that resides in an inner room. This is a metaphor for death, which is often referred to as the eternal sleep. അതുകൊണ്ടാണ് സ്ലീപ്പ് എന്ന റെഫറൻസ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു നിത്യശാന്തി അല്ലെങ്കിൽ ഒരു നിദ്ര എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെപ്പോഴും മരണത്തെ കാണുന്നത്. ഇറ്റേണൽ സ്ലീപ്പ് എന്നൊരു കോൺസെപ്റ്റ്, അതാണ് ടൈറ്റിലിൻ്റെയും ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. because it is much more quieter and peaceful than the normal sleep. And again, the poet says that death is a mystery that no one can fully comprehend. And the metaphor of the sprig on the breast symbolizes the enigma that surrounds death. Sprig is the symbol of life and growth, and it suggests that death is not the end of life, but a continuation of it in another form. Symbolism നോക്കുകയാണെങ്കിൽ ഇന്നർ റൂം എന്നുള്ളതൊരു സിമ്പിളാണ്. ഞാൻ പറഞ്ഞു മൈൻഡിനെ അല്ലെങ്കിൽ സോളിനെയാണ് ആ ഒരു സിംബലൈസേഷൻ പറയുന്നത്. സംതിങ് ദാറ്റ് ഈസ് ഹിഡൻ ഫ്രം ദി ലിവിങ്. അതുപോലെ തന്നെ ഇന്നർ റൂം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒരു രീതിയിലുള്ള അലങ്കാര വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്, ഒരു പക്ഷേ പോയറ്റ് പറയുന്നത് മരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, വളരെ സിമ്പിൾ അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡെത്ത് എന്നാണ് പോയറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ തന്നെ സ്പ്രിഗ് അതും ഒരു സിമ്പിളായിട്ട് വരുന്നുണ്ട്. കാരണം സ്പ്രിഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈഫ് ആൻഡ് ഗ്രോത്തിനെയാണ്. അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പോയറ്റിൻ്റെ കോൺസെപ്റ്റ്, അതായത് ഞാൻ പറഞ്ഞു ആഫ്റ്റർ ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആ ഒരു സ്പ്രിഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരം നശിക്കുമെങ്കിലും, ഒരു മരണത്തിൽ സംഭവിക്കുന്ന സമയത്ത് ശരീരം നശിക്കുമെങ്കിലും ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നും ആ ആത്മാവ് പിന്നീട് പുതിയൊരു ശരീരത്തിലൂടെ വീണ്ടും ലോകത്ത് ജനിക്കുന്നു, ഒരു പുനർജന്മം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റാണ് ആഫ്റ്റർ ലൈഫ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പോയറ്റിൻ്റെ ഒരു വിശ്വാസം. അതായത് മരണം ഒരിക്കലും അവസാനമല്ലെന്നും വീണ്ടും ആത്മാവ് പുനർജീവിക്കുന്നു, വീണ്ടും അങ്ങനെ ഒരു
ഒരു സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്, അതാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, പേരില്ല, സ്പ്രിഗിനും പേരില്ല, ആ ഒരു ബോഡിക്കും പേരില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈ ഒരു മരണത്തെ ചുറ്റിപ്പറ്റിയുള്ളൊരു മിസ്റ്ററി, അതൊരിക്കലും ആൾക്കാർക്ക് ഒരിക്കലും എന്താണ് പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല, മറ്റുള്ളൊരു വ്യക്തിക്ക് പൂർണ്ണ രൂപത്തിൽ വിശദീകരിച്ച് കൊടുക്കാനും സാധിക്കുന്നില്ല. അതുള്ളൊരു മിസ്റ്ററിയും കൂടി സ്പ്രിഗ് സിംബലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഡെത്തിനെ ജനറലൈസ് ചെയ്ത് ആദ്യത്തെ 2 സ്റ്റാൻസിൽ നമ്മൾ ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾക്കിവിടെ വേറെ കുറച്ച് റെഫറൻസ് വരുന്നുണ്ട്. വി സി സ്പ്രിഗ് അപ്പോൺ ഇറ്റ്സ് ബ്രസ്റ്റ്, ഓൾസോ സം ചാഫ് ഇറ്റ്സ് ഐഡിൽ ഹാൻഡ്. ബ്രസ്റ്റ്, ഹാൻഡ് എന്നുള്ള ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജനറൽ ഡെത്ത് എന്നുള്ളൊരു ജനറൽ ഐഡിയയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തുകൊണ്ട് അവിടെ വരുന്ന ഒരു സിംബലിസം എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അത് ലിറ്റററി ഡിവൈസിൻ്റെ അവിടെയാണ് വരുന്നത്. പക്ഷെ ആ ഒരു എന്താണ് ഐഡിൽ ഹാൻഡിലെ ഐഡിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടും എഗെയിൻ പോയിറ്റ് വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെത്ത് എന്നുള്ളത് ഒരു പീസ്ഫുൾ ആയിട്ടൊരു പ്രോസസ്സാണ് എന്നുള്ളൊരു ഐഡിയ ആണ് വീണ്ടും പറയുന്നത്. പിന്നെ പേഴ്സോണിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ലിറ്റററി ഡിവൈസിൽ. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് എൻജാംമെൻറ്റ്, അതായത് റൺ ഓൺ ലൈൻസ്. എഗെയിൻ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്തിനെയാണ് എൻജാംമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണോ പോയും എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പിൽ എത്തുന്നതിന് പകരം കുറേ റൺ ഓൺ ലൈൻസ് ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെയാണ് ലൈഫും ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണെന്ന് പറയുന്നത്. So in conclusion, There is Something Quieter Than Sleep is a beautiful and enigmatic poem that explores the mystery of life. Dickinson's use of metaphor, symbolism, and literary devices add depth and complexity to the poem. The poem suggests that death is not the end of life but a continuation of it in another form, and that is it is a mystery that cannot be fully understood. The poem invites the reader to contemplate the nature of death and to consider the possibility that there is more to life than what we see. So this is the short analysis of the poem. I hope you are able to understand it, and if you are able to understand it, do like the video and share your opinion as well. I'll see you soon. Thank you.